ഈ കുളത്തിലും മറ്റും മുങ്ങിക്കുളിക്കുന്നതുകൊണ്ടാണ് അമീബിക് മസ്തിഷ്ക ജ്വരം വരുന്നതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 3 മാസം പ്രായമുള്ള കുഞ്ഞിന് എങ്ങനെ അസുഖം വരിക? കുഞ്ഞും കുളത്തിൽ മുങ്ങിക്കുളിച്ച് കാണും. 3 മാസം പ്രായമുള്ള കുഞ്ഞ്. 3 മാസം പ്രായ കുഞ്ഞിന് മുങ്ങിക്കുളിച്ചൂടെ? അതവിടെ നിൽക്കട്ടെ. ഇതിനൊരു ഉത്തരമുണ്ട്. 15/9/2025 നമ്മുടെ പുതിയൊരു ചാനലുണ്ടല്ലോ, ന്യൂസ് മലയാളം 24/7. അതെ, അവരുടെ ഒരു കാർഡ് ഞാൻ വായിക്കാം, പ്രേക്ഷകരെ കാണിക്കുകയും ചെയ്യാം. അമീബിക് മസ്തിഷ്ക ജ്വരം രോഗബാധ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന വെള്ളം മൂക്കിൽ ഒഴിച്ചതിനാൽ. വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന വെള്ളം കുഞ്ഞിൻ്റെ മൂക്കിൽ ഒഴിച്ചത് കൊണ്ടാണ് രോഗബാധ എന്ന് ഈ വാർത്തയിൽ പറയുന്നു. 3 മാസം പ്രായമായ കുഞ്ഞിൻ്റെ മരണത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ റിപ്പോർട്ടാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ വാർത്ത അവരുടെ സൈറ്റിൽ കാണാനില്ല. ഇനി മറ്റൊരു വാർത്ത, കേരള കൗമുദി സെപ്റ്റംബർ 16, 2025 രാവിലെ 7 മണിക്ക് പോസ്റ്റ് ചെയ്ത ഓൺലൈൻ വാർത്ത. കുഞ്ഞിന് എങ്ങനെ രോഗം വന്നു? ജലാശയങ്ങളിൽ നിന്നാണ് മിക്കവർക്കും രോഗബാധ ഉണ്ടായതെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കുമ്പോൾ തന്നെ 3 മാസം പ്രായമുള്ള കുട്ടിക്കടക്കം രോഗം ബാധിച്ചത് എങ്ങനെയെന്ന സംശയം ബലപ്പെടുന്നു. മറ്റൊരു കുപ്പിയിലേക്ക് പകർന്നു വച്ച വിദേശത്തു നിന്ന് കൊണ്ടുവന്ന പുണ്യജലം കുഞ്ഞിൻ്റെ മൂക്കിൽ ഒഴിച്ചുവെന്ന റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. ഇനി കേരളമുദിയുടെ മറ്റൊരു കാർഡ്, അമീബിക് മസ്തിഷ്ക ജ്വരം 3 മാസം പ്രായമുള്ള കുഞ്ഞിന് എങ്ങനെ രോഗം പിടിപെട്ടു. വീണ ജോർജിൻ്റെ പടമുണ്ട്. എന്നിട്ട് പറയുന്നു, വിദേശത്തു നിന്ന് കൊണ്ടുവന്ന പുണ്യജലം കുഞ്ഞിൻ്റെ മൂക്കിൽ ഒഴിച്ചു, ഇതിലൂടെയാണ് രോഗം പിടിപെട്ടതെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. ആരോഗ്യവകുപ്പിൻ്റെ വിശദീകരണമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വെച്ച് ഈ കുഞ്ഞ്, സാധുവായ കുഞ്ഞ്, ഈ ലോകം കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് 100 ദിവസം തികയുന്നതിന് മുമ്പ് മരിച്ചുപോയ ഈ കുഞ്ഞിൻ്റെ മരണം സംബന്ധിച്ചുള്ള മെഡിക്കൽ റിപ്പോർട്ടാണ്. ഇതെത്ര മാധ്യമങ്ങളിൽ വാർത്തയായി? അധികം മാധ്യമങ്ങളൊന്നും വാർത്തയായിട്ട് വന്നിട്ടില്ല. സിനിമ കണ്ടിട്ടില്ലല്ലോ? ഇല്ല, ഒരു ചാനലിലും ചർച്ചയില്ല. ഞാനിപ്പോൾ ആലോചിക്കരുതേ, ഗംഗാ നദിയിലെ ജലം കൊണ്ടുവന്ന് ഒരു കുഞ്ഞിൻ്റെ മൂക്കിലോ വായിലോ ഒഴിച്ചു, കുഞ്ഞ് മരിച്ചുപോയി. എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? കലാപം നടക്കും. ആര് കലാപം ഉണ്ടാക്കും? ഗംഗാ നദി വലിയ പ്രശ്നമാണ്. നമാമി ഗംഗ എന്ന് പറഞ്ഞ നരേന്ദ്രമോദി കോടികൾ ചെലവാക്കുന്ന പദ്ധതി ഒരു പാഴ് പദ്ധതിയാണ്. ഗംഗയിൽ ശവങ്ങൾ ഒഴുകി നടക്കുകയാണ്. ഗംഗ ഏറ്റവും മലിനമാക്കപ്പെട്ട നദിയാണ്. ഗംഗയിൽ ആരെങ്കിലും കുളിക്കുമോ? കുംഭമേള സമയത്ത് ചോദിച്ചതാണ്. സിന്ധു സൂര്യകുമാറൊക്കെ ചാടി ഇറങ്ങിയനെ, വാളും പരിചയും ഒക്കെയായിട്ട്. അന്നേ ഞാൻ പറഞ്ഞില്ലേ, കുംഭമേളയ്ക്ക് പോയാൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും, കുംഭമേള ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമ പ്രവർത്തകർ അംഗം വിട്ടുമായിരുന്നു. പക്ഷേ ഇത് വാർത്ത പോലുമല്ല. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഈ മസ്തിഷ്കം, ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് പറയുന്ന ഒരു അമീബ, നെഗ്ലോറിയ ഫൗളറി, പിന്നെ അക്കാന്ത അമീബ സപ്പിനിയ, ബാലമുത്തിയ വർമ്മബീബ എന്നൊക്കെ പറയുന്ന 3 തരം അമീബകളാണ് ഈ തലച്ചോറിനെ കാർന്ന് തിന്നുന്ന ഈ രോഗം പടർത്തുന്നത്. 19 പേര് മരിച്ചു, 71 പേർക്ക് രോഗബാധയുണ്ട്. ഇതിൻ്റെ അപകടം എന്ന് പറഞ്ഞാൽ 97% മരണം ഉറപ്പാണ്. അതായത് 100 പേർക്ക് രോഗം വന്നാൽ 3 പേര് രക്ഷപ്പെട്ടാലായി. 3 പേര് രക്ഷപ്പെട്ടാൽ തന്നെയും പിന്നീടുള്ള ശിഷ്ടകാല ജീവിതം വലിയ നരകതുല്യമായിരിക്കും. കാരണം ഇത് നമ്മുടെ തലച്ചോറിനെ തിന്നുന്ന അമീബയാണ്. ചേറിലൊക്കെ ഉണ്ടാവും. മലിനജലത്തിലൂടെയാണ് മുങ്ങിക്കുളിക്കുമ്പോൾ, ഡൈവ് ചെയ്യുമ്പോഴൊക്കെ ചേറൊക്കെ കലങ്ങുമ്പോൾ ഇത് പൊന്തി വരും. എന്നിട്ട് മൂക്കിലൂടെ അകത്ത് പോകും. നമ്മുടെ മൂക്കിനകത്ത് മൂക്കിനെയും തലച്ചോറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ചെറിയ പാളിയുണ്ട്, വളരെ തിന്നായിട്ട്. അതിൽ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. അതിലേ കൂടിയാണ് നമ്മൾ പറയുന്ന പോലെ വലിയ വാതിലിട്ട് താഴിട്ട് പൂട്ടിയിരിക്കുകയല്ല മൂക്കിൽ നിന്ന് തലച്ചോറിലേക്കുള്ള വേർതിരിവ്, ചെറിയൊരു സ്ഥലമാണ്. അതുപോലെ നമ്മുടെ കർണപുടത്തിൽ ചെവിക്കകത്തോട്ട് പോകുമ്പോൾ അവിടെ ഒരു ചെറിയ പാളിയുണ്ട്. അതിലും സുഷിരമുണ്ടായിട്ട് ഇത് ചെവിയിലൂടെയും മൂക്കിലൂടെയും വെള്ളം ഉള്ളിൽ കയറുന്നതാണ്. അത് മുങ്ങി കുളിക്കുമ്പോൾ, ഡൈവ് ചെയ്യുമ്പോൾ നല്ല പ്രഷറിൽ കയറും. അങ്ങനെയൊക്കെയാണ് ഈ രോഗം പകരുന്നത്. ഈ വെള്ളം അകത്ത് കയറുമ്പോൾ ഈ അമീബ ഉള്ളിൽ കയറും. അവൻ ചെന്നിട്ട് 7-8 ദിവസത്തിനുള്ളിൽ അവൻ പതുക്കെ ബ്രെയിൻ തിന്നു തുടങ്ങും. ബ്രെയിനാണ് പുള്ളിയുടെ ഇഷ്ടഹാരം. നമ്മുടെ നാട്ടിൽ ചില ആൾ ആടിൻ്റെ ബ്രെയിനൊക്കെ മേടിച്ച് കഴിക്കുമല്ലോ. അതുപോലെ അങ്ങനെ നമ്മൾ തിന്ന് തീർത്ത ഏതോ ആടുകളൊക്കെ അമീബയായിട്ട് ജനിച്ചായിരിക്കണം മനുഷ്യൻ്റെ ബ്രെയിൻ തിന്നാൻ വേണ്ടി വരുന്ന അമീബ. അപ്പോൾ ഒരു മാരക രോഗമാണ് ഇത്. നേരത്തെ മലബാറിൽ മാത്രമൊക്കെ ആയിരുന്നു, ഇപ്പോൾ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ നിപ്പ പോലെയുള്ള രോഗങ്ങൾ
ഒക്കെ ഉണ്ടാവുന്നത്. കോവിഡ് ആണെങ്കിലും ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു, നിപ്പ ഇവിടെ റിപ്പോർട്ട് ചെയ്തു, അമീബിക് മസ്തിഷ്ക ജ്വരവും കേരളത്തിലാണ് കൂടുതലുള്ളത്. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇത്തരം ഈ മാരകമായ രോഗങ്ങളുടെയൊക്കെ പ്രഭവസ്ഥാനമായി കേരളം മാറുന്നതെന്ന് ഒരു വിദഗ്ധ പഠനത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഇതൊന്നും ഉണ്ടായി വരുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല. അപ്പോൾ നമ്മുടെ മലയാളികളുടെ ശുചിത്വത്തിൽ, ആരോഗ്യ സംരക്ഷണത്തിൽ, അല്ലെങ്കിൽ പരിസ്ഥിതിയിൽ എന്തൊക്കെയോ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടായിരിക്കും. ഒരുപക്ഷെ ഇതെല്ലാം കേരളത്തിൽ നിന്ന് പൊട്ടിമുളച്ച് വരുന്നത്. അതവിടെ മറ്റൊരു കാര്യം. ഏതായാലും ഞാൻ നോക്കുന്നത് ഈ പുണ്യജലം, അത് ഒരാളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. എവിടുന്ന് കൊണ്ടുവന്ന പുണ്യജലമാണെന്ന് പറയുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് ആലോചിച്ച് വരുമ്പോൾ ഈ പുണ്യജലം എന്നൊക്കെ പറയുമ്പോൾ അത് ഇന്ത്യക്ക് പുറത്ത് വിദേശത്ത് നിന്ന് കൊണ്ടുവന്നതാണ്. വിദേശത്ത് വത്തിക്കാനിൽ നിന്ന് പുണ്യജലം കൊണ്ടുവരുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ചിലപ്പോൾ കൊണ്ടുവരായിരിക്കും അല്ലേ, ഇവിടെ കൊണ്ടുവന്ന് കുഞ്ഞിനെ അത് പക്ഷേ മൂക്കിലൊന്നും ഒഴിക്കത്തില്ല, തലയിലൊക്കെ വെച്ചിട്ട് സ്നാനം ചെയ്യിക്കാൻ വേണ്ടി. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഉണ്ട്. ഒരു 19 വയസ്സുള്ള ഒരു അമ്മൂമ്മയെ ഒരു തൊട്ടിക്കകത്ത് ഇറക്കി നിർത്തിയിരിക്കുകയാണ്. തൊട്ടി മീൻസ് ഈ കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു സ്വിമ്മിംഗ് പൂൾ, ചെറിയൊരു സാധനം. അവിടെ 2-3 പാസ്റ്റർമാർ നിൽപ്പുണ്ട്. അവിടെ യേശുനാഥൻ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മൂമ്മ ഇങ്ങനെ നിൽക്കുക. അമ്മൂമ്മക്ക് പിടിക്കാനൊന്നും വയ്യ. പെട്ടെന്ന് അമ്മൂമ്മനെ ഒരൊറ്റ കമത്ത് പുറകോട്ട്, അമ്മൂമ്മ നേരെ വെള്ളത്തിലോട്ട് മുങ്ങി. ഞാനോടത്ത് അമ്മൂമ്മ തട്ടിപ്പോയത്. എന്നിട്ട് അമ്മൂമ്മ ആകെ വരണ്ട് ഇങ്ങനെ വെള്ളത്തിൽ പോയ കോഴിയെ പോലെ എഴുതിപ്പുണ്ട്. ഒന്നും പേടിക്കണ്ട, അമ്മൂമ്മ ജ്ഞാനസ്നാനം ചെയ്തു. 89 വയസ്സുള്ള അമ്മൂമ്മയെ ഈ പ്രായത്തിൽ ജ്ഞാനസ്നാനം ചെയ്യണമെങ്കിൽ എന്തൊക്കെ പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ അവരുടെ എന്തെങ്കിലും കഷ്ടപ്പാടുകളൊക്കെ മുതലെടുത്തിട്ടൊക്കെ ആയിരിക്കും. അത് പോട്ടെ, നമ്മുടെ വിഷയമല്ല. ഏതായാലും ഞാൻ പറയുന്നത് അപ്പം മൂക്കിലൊഴിച്ചു എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ വിശുദ്ധജലം എന്ന് പറയുന്നത് മക്കയിൽ നിന്ന് വരുന്നതാണ്. സൗദി അറേബ്യയിലെ മക്കയിൽ നിന്ന് വരുന്ന വിശുദ്ധജലമുണ്ട്. അവിടെ സംസം കിണർ എന്ന് പറയുന്ന ഒരു കിണറുണ്ട്. ഈ സംസം കിണർ എന്ന് പറയുന്നത് വളരെ വിശുദ്ധമായൊരു കിണറാണ്. ഈ കാബയ്ക്ക് തൊട്ടടുത്താണ്, കഷ്ടിച്ചുണ്ട് 20 മീറ്ററോ മറ്റോ തൊട്ടടുത്താണ് ഈ സംസം കിണറുള്ളത്. അതായത് ഇബ്രാഹിമിൻ്റെ ഭാര്യ ഹാജിറ മകൻ ഇസ്മയിലിനൊപ്പം മരുഭൂമിയിലൂടെ പോകുന്ന സമയത്ത് അവർക്ക് ദാഹജലം കിട്ടിയില്ല. അവരെന്ത് ഉപേക്ഷിക്കപ്പെട്ടോ മറ്റോ ആണ്, എനിക്ക് ആ കഥ അറിയില്ല. പോകുന്ന ദാഹജലം കിട്ടാതെ അവർ വിഷമിച്ച സമയത്ത് ഗബ്രിയേൽ മാലാഖ വന്ന് ചിറകടിച്ചുണ്ടായപ്പോൾ ഉണ്ടായ ജലമാണ് ഈ സംസം കിണറെന്നാണ് വിശ്വാസം. വളരെ പവിത്രമായി ഇസ്ലാം മതവിശ്വാസികൾ കരുതുന്ന ഈ കിണർ ആണ് സംസം കിണറിലെ ജലം. അത് വളരെ പവിത്ര ജലമെന്നാണ് ലോകത്തെമ്പാടുമുള്ള മുസ്ലിമുകൾ വിശ്വസിക്കുന്നത്. അപ്പോൾ സൗദി അറേബ്യ സർക്കാരാണെങ്കിൽ അത് വളരെ വിശുദ്ധമായി പരിപാലിച്ച് അതിൻ്റെ ചിത്രങ്ങളുണ്ടറിയാം. വെറുതെ കിണറൊന്നുമില്ല, നമ്മുടെ നാട്ടിൻപുറത്തെ കിണറൊന്നുമില്ല. ഒന്നാം തരത്തിൽ പരിശുദ്ധ ജലത്തിന് ഒരു തരത്തിലുമുള്ള കണ്ടാമിനേഷനും, അതായത് മാലിന്യം ഉണ്ടാവാതിരിക്കുന്ന തരത്തിൽ അതിനെ പരിചരിച്ച് പ്യൂരിഫൈ ചെയ്യുന്ന ജലമാണ് അതിനകത്തുള്ളത്. കിണർ കണ്ടാൽ തന്നെ അറിയാം, അത്ര വിശുദ്ധമായ, അത്ര ആധുനിക രീതിയിൽ പരിപാലിച്ചിട്ടുള്ള കിണറാണ്. അവിടെ നിന്നെടുക്കുന്ന ജലം ഈ കുഞ്ഞിൻ്റെ മൂക്കിൽ തളിച്ചതുകൊണ്ട് ഈ അമീബ ബാധ ഉണ്ടായത് ഈ കിണറിലെ വെള്ളം കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ആ കൊണ്ടുവരുന്ന വെള്ളം ആരെങ്കിലും ഒരാൾ കൊണ്ടുവന്നിട്ടുണ്ടാവാം, മറ്റൊരു കുപ്പിയിലേക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടാവാം. അങ്ങനെ സംഭവിക്കാം. അത് അപ്പോൾ അതല്ല സംസം കിണർ, നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്ന സംസം കിണറിലെ വെള്ളം മോശമാണെന്നല്ല. കാരണം അത് ഒരു ലോകത്തെമ്പാടും കോടിക്കണക്കിന് വരുന്ന മുസ്ലിം മതവിശ്വാസികൾ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആ വെള്ളം കൊണ്ടുവന്നിട്ട് ഒരുപക്ഷെ അത് കൊണ്ടുവന്ന കുപ്പി, ആ കുപ്പി കഴുകിയത് ഒരുപക്ഷെ വല്ല കുളത്തിലെയും വെള്ളത്തിലായിരിക്കാം. അങ്ങനെ അത് പകർന്നു വന്നിട്ടാണ് ഈ നിർഭാഗ്യവാനായ അതോ നിർഭാഗ്യവതിയോ ആയ പാവം കുഞ്ഞ് ഈ ലോകത്തുനിന്ന് വിട്ടുപോകേണ്ടി വന്നത്. മാരകമായ രോഗം വന്ന് ആ കുടുംബത്തിനുണ്ടായ നഷ്ടം വലുതാണ്. നമ്മൾ അവരുടെ ആ സങ്കടത്തിൽ പങ്കുചേരുന്നു. പക്ഷേ എന്നാലും അതിൻ്റെ റൂട്ടൊന്ന് അന്വേഷിക്കേണ്ടതാണ്. ആ കുപ്പി എവിടെ നിന്ന് വന്നു, എങ്ങനെയാണ് ആ കുപ്പിയിൽ ഈ അമീബ ഉണ്ടായി വന്നത് എന്നൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. പക്ഷെ അതൊക്കെ മറ്റു വിഷയമാണ്, ആരോഗ്യവകുപ്പ് അന്വേഷിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ട് ഈ സംഭവം വാർത്തയായില്ല എന്നുള്ളതാണ്. കാരണം നമ്മളൊരു വാർത്തയാവുന്നത് ആരെയും ആക്ഷേപിക്കാനൊന്നുമല്ല. അത് സൂക്ഷിക്കണം. നമ്മൾ കൊണ്ടുവരുന്ന ഗംഗാജലമാണെങ്കിലും സംസം കിണറിലെ ജലമാണെങ്കിലും വത്തിക്കാനിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളമാണെങ്കിലും അത് മലിനമാകാതെ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഗംഗാ നദീജലം മലിനമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ ആലോചിക്കണം, ഏതു ജലവും ഏതു വിശുദ്ധ ജലവും മലിനമാകാം. അത് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ കയ്യിലിരിപ്പ് പോലിരിക്കും. അപ്പോൾ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് അതിനൊരു പബ്ലിക് അവയർനെസ്, പൊതുജനങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവാൻ വേണ്ടി അത് സത്യത്തിൽ മാധ്യമങ്ങൾ പറയേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഈ കുഞ്ഞ് മരിക്കാനുള്ള കാരണം ആ കുഞ്ഞിൻ്റെ മൂക്കിൽ ഈ വെള്ളം ഒഴിച്ചത് കൊണ്ടാണ് എന്നുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചവർ തന്നെ അത് പിൻവലിച്ചത് എന്തുകൊണ്ടാണ്? ഇതൊരു കാതലായ ചോദ്യമാണ്. കാരണം ഒരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംഭവം
നെഗറ്റീവ് എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ദോഷകരമായി ബാധിച്ച സംഭവം ഉണ്ടായാൽ അത് വാർത്തയാക്കില്ല. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പേടിയാണ്. കാരണം അത് മതവികാരത്തെ വ്രണപ്പെടുത്തും. എങ്ങനെയാണ്? സംസം കിണർ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ശുദ്ധമായി ജലം സൂക്ഷിച്ചിരിക്കുന്ന, ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന കിണറാണ്. അവിടുത്തെ ജലം പ്യൂരിഫൈ ചെയ്ത വെള്ളമാണ്. ആ വെള്ളം ഇവിടെ കൊണ്ടുവന്നപ്പോൾ ചില ആളുകൾ കൈകാര്യം ചെയ്ത രീതി കൊണ്ട് അത് കണ്ടാമിനേറ്റഡ് ആയി, അതിനകത്ത് മാലിന്യം കലർന്നു, അത് ഈ അമീബയുടെ സാന്നിധ്യം ഉണ്ടായി. അത് പ്രസിദ്ധീകരിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഇത് കുറേ കാലമായി. കഴിഞ്ഞ സീസണിൽ, ഇതിനു മുമ്പത്തെ സീസണിൽ ഹജ്ജിന് പോയിട്ട് കുറേ ആളുകൾ മരിച്ചു ഇന്ത്യയിൽ, അല്ലേ? വലിയ മരണം ഉണ്ടായി, വലിയ മരണസംഖ്യ. ഇന്ത്യയിൽ തന്നെ ഒരുപാട് ആളുകൾ മരിച്ചു. കേരളത്തിൽ നിന്നുള്ളവരും ഉണ്ടായിരുന്നു. ഒറ്റ പത്രങ്ങളിൽ, മലയാളത്തിലെ ഒറ്റ പത്രത്തിലും ഹജ്ജിന് പോയ ആളുകൾ തിക്കും തിരക്കിലും പെട്ടും ചൂടും കൊണ്ടുമൊക്കെ മരിച്ചു എന്നുള്ള വാർത്ത പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല, തമസ്കരിക്കുകയാണ്. അതേസമയം കുംഭമേളയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് വലിയ വാർത്തയാവും, ഇവിടുത്തെ ചാനലുകാർ പോയി അവിടെ തമ്പടിച്ചടക്കും. അപ്പോൾ ഇതൊരു ഒരു 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 മാധ്യമങ്ങൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു പക്ഷപാതപരമായ ഒരു നിലപാടാണ്. ചില ആളുകളുടെ, ചില വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും നെഗറ്റീവാണെങ്കിൽ നമ്മൾ പ്രസിദ്ധീകരിക്കത്തില്ല. എന്നാൽ ഹിന്ദുക്കളുടെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഞങ്ങൾ 7 ദിവസം മിനിമം ആഘോഷിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഇതെനിക്കറിയില്ല, ഇത് സംസം കിണറിലെ വെള്ളമാണോ ഈ വിശുദ്ധ ജലമെന്ന് ഈ വാർത്ത പ്രസിദ്ധീകരിച്ച പത്രങ്ങൾ പറഞ്ഞിട്ടില്ല, നമ്മളും പറഞ്ഞിട്ടില്ല. ഞാൻ ആലോചിച്ച് വത്തിക്കാനിലെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഗംഗാ നദിയിലെ വെള്ളമല്ല, ഗംഗ വിദേശത്തല്ലാത്തതുകൊണ്ട് ഗംഗയിലെ വെള്ളമല്ല. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ മറ്റൊരു വിദേശത്തുനിന്ന് കൊണ്ടുവരുന്ന ജലം, പുണ്യജലം എന്ന് പറഞ്ഞ സംസം കിണറിലെ ജലമാണ്. അത് ആയിരിക്കാമോ എന്നുള്ളൊരു സാധ്യതയാണ് നമ്മൾ പറയുന്നത്. ഏതായാലും മാധ്യമങ്ങൾ എടുക്കുന്ന നിലപാട് ഈ ബ്രെയിൻ ഈറ്റിംഗ് അമീബയേക്കാളും മാരകമായ നിലപാടാണ്. കാരണം ഞങ്ങൾ ഹിന്ദുക്കൾക്കെതിരെയുള്ള വാർത്തകൾ മാത്രമേ കൊടുക്കുള്ളൂ. ഹിന്ദുക്കളെ അങ്ങ് തേച്ചൊട്ടിക്കാൻ ഞങ്ങൾക്ക് വലിയ തൃപ്തിയാണ്. കാരണം അവരുടെ തലച്ചോറിൻ്റെ ഒരു ഭാഗം ഈ അമീബ തിന്നിരിക്കുന്നു. അവശേഷിക്കുന്ന ഭാഗത്ത് ഒരു പ്രത്യേക വിഭാഗത്തിന് അനുകൂലമായി വാർത്തകൾ കൊടുക്കണമെന്നുള്ള അജണ്ട മാത്രമേ ഉള്ളൂ കേരളത്തിലെ മാധ്യമങ്ങളുടെയും മാധ്യമപ്രവർത്തകരുടെയും തലപ്പത്ത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.